സ്വപ്നങ്ങളും സ്വത്തുക്കളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആളുകൾ കൂടൊഴിഞ്ഞു പോയ ഒരു ഗ്രാമം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഗ്രാമത്തിലേക്കാണ് ഇത്തവണ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഫോട്ടോ ചാനലിലൂടെ. ഫോട്ടോ ചാനലിൻ്റെ മറ്റൊരു ഫോട്ടോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബൈക്ക് എടുത്തിട്ട് കശ്മീരിൽ അങ്ങനെ ഓരോ ഉള്ളേരിയകൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. നമ്മൾ റാൻഡം റോഡുകളിൽ ഇങ്ങനെ കയറി പോകും. നല്ല ഫോട്ടോ കിട്ടുന്ന എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യും. അതൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ ഹവാൽ എന്ന് പേരുള്ള വളരെ ഉള്ളോട്ടുള്ളൊരു ഗ്രാമമാണിത്. അപ്പോൾ ഈ ഹവാൽ ഗ്രാമത്തിൽ എത്തിയപ്പോഴാണ് ഞാൻ റോഡ് സൈഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഒരു വീട്. എൻ്റെ ചുറ്റുമുള്ളതൊക്കെ അബാൻഡൻഡ് ഹൗസുകളാണ്, അതായത് ആൾക്കാർ ഉപേക്ഷിച്ച് പോയ വീടുകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ കൂട്ടമായിട്ട് വീടുകൾ ഉപേക്ഷിച്ച് പോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഈ അബാൻഡൻഡ് വീടുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. മെയിൻ റോഡാണ് കാണുന്നത്. ഈ ഒരു വീട് അബാൻഡൻഡ് അല്ല കേട്ടോ, അതൊരു പുതിയ വീടാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് അടുത്ത് തന്നെയുള്ള ഈ ഒരു വീടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടികയും മരങ്ങളും വെച്ചിട്ട് പണി കഴിപ്പിച്ച വീടുകളാണ്. ശരിക്കും ഇതൊക്കെ റിപ്പയർ ചെയ്തിട്ട് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഈ ഒരു തേപ്പൊക്കെ കണ്ടില്ലേ, ഇപ്പോഴൊരു പുതിയ ലുക്ക് ഉണ്ട് കാണാൻ. ഞാൻ ആദ്യം വിചാരിച്ച് ആൾക്കാർ കൂട്ടായിട്ട് വീടുകൾ പുതിയ എന്തോ പണി കഴിപ്പിച്ചിങ്ങനെ പണി പകുതി ആയതാണ്. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പല വീടുകളും പകുതി പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചൊന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ കൂട്ടമായിട്ട് ഇതൊക്കെ ഒഴിവാക്കി പോയതെന്ന്. ഈ നല്ല വീടുകൾ ഫുള്ള്, ഈ റൂഫൊക്കെ ഫുള്ള് മരമാണ്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ കൂട്ടത്തിലുള്ള അബാൻഡൻഡ് വീടുകളിൽ ഏറ്റവും അടിപൊളി അതാണ്. 1, 2, 3, 4 നിലയാണ് ആ വീട്. 4 നിലയും ഒരു മച്ചും, മൊത്തം 5 നില ഉണ്ട് ആ വീട് എന്നാണ് എനിക്കിവിടെ കണ്ടിട്ട് തോന്നുന്നത്. നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ ആകെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. നല്ല ഹൈറ്റിൽ പല സ്ഥലത്തും മഞ്ഞുണ്ട്. കശ്മീരിൽ വിൻ്റർ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിലൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ മഞ്ഞൊക്കെ അങ്ങനെ ഉരുക്കി തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളെ പഴയ ഏതൊക്കെയോ കാർട്ടൂണുകളിലൊക്കെ കണ്ട പോലത്തെ നല്ല രസമുള്ള വീടുകൾ. നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം. ഇന്ന് രാത്രി ഇവിടെ ഫോട്ടോ അടിക്കാൻ വരുന്നുള്ള കാര്യം ഷുവറാണ്. ഞാൻ ഏതായാലും മനസ്സിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ട് മേലോട്ട് കയറാനുള്ള സ്റ്റെപ്പുകളൊന്നും ഈ വീട്ടിൽ കാണുന്നില്ല. നമുക്ക് ഇവിടെ കൂടി ഒന്ന് നോക്കാം. ഇല്ല, മുകളോട്ട് കയറാനുള്ള സ്റ്റെപ്പുകളില്ല. ഇവരെങ്ങനെ കയറിയിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം ഇവിടെയോ മറ്റോ ആയിരിക്കണം സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് അങ്ങനെ ഒരു സ്റ്റെയറിൻ്റെ ഒരു കൂട് പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോയതായിരിക്കാം. നമുക്ക് ഏതായാലും ഇവിടെ മുകളിൽ പൊളിഞ്ഞതായതുകൊണ്ട് അതിലെ മഞ്ഞ് വീണ് കിടക്കുന്നതാണിത്. നമുക്കൊന്ന് ഇവിടെ കയറിയിട്ട് നല്ല വഴുക്ക, നല്ല ചളിയാണിത്. അതേപോലെ നമുക്കൊന്ന് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, കയറി കാണണമല്ലോ. യെസ്, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ, 2ാമത്തെ നിലയാണിത്. മുകളിൽ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം അതിലെ വീണ മഞ്ഞാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ആ മഞ്ഞിൻ്റെ ഒരു കൂമ്പാരത്തിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീട് അടിപൊളിയാണ്. ഇനിയും മേലോട്ട് കയറുന്ന അപകടമാണ്. ചിലപ്പോൾ ഇതെല്ലാം കൂടി പൊളിഞ്ഞിൻ്റെ മേലേക്ക് വീഴും. ഇനി തൽക്കാലം നമുക്ക് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാം. നമുക്ക് ഈ ഒരു വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാം. ഇനിയിതൊരു സ്റ്റോറേജ് ഹൗസാണ്. ഇതിൻ്റെ ഇവിടെ ആ ഒരു വശത്തുള്ള പലകളൊക്കെ ആ ഒരു ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. ഇത് നല്ല താഴോട്ടുള്ളൊരു റൂമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഏതായാലും വന്നതല്ലേ. നമ്മളിവിടുത്തെ ഒരു അബാൻഡൻഡ് ഹൗസും വേറെ സംഭവം കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ കയറിയ ആ ഒരു വീടാണ്. അത് സംഭവം നല്ല ലോങ് ആയിട്ടുള്ളൊരു അല്ലല്ല, ഇത് മറ്റൊരു പീസ് തന്നെയാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഒറ്റ വീടാണ്. ഓക്കെ, ഇത് രണ്ട് സെപ്പറേറ്റ് ബിൽഡിങ്ങുകളാണ്.
ഇതും കാണാനൊരു കിടുക്കാച്ചി സംഭവമാണ്. ഇതൊക്കെ എന്തിനാ ആൾക്കാർ ഒഴിവാക്കി പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് വേണം എനിക്കെന്നാൽ ഞാൻ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കും. ഓക്കെ, നമ്മളുടെ മേലോട്ട് കയറാനുള്ള ഞാൻ നേരത്തെ എൻ്റെ ഗസ് റെഡി ആയിരുന്നു. അതേ ഒരു സ്ട്രക്ചർ തന്നെയാണിത്. ഇത് പൊളിഞ്ഞു പോയതാണ്. നമുക്കൊന്ന് അവിടെ കയറി നോക്കാം. അയ്യോ, എൻ്റെ ബാഗ് കുടുങ്ങി. ഇപ്പോൾ ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിഞ്ഞൊരു വീടായിരിക്കണം. എനിക്ക് ആ ഒരു ഇതിൽ കുറേ ഇങ്ങനെ കുട്ടികൾ ഓടിക്കളിക്കുന്നതും കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നതും കശ്മീരി കാവ കുടിക്കുന്നതൊക്കെ എനിക്കിങ്ങനെ മനസ്സിൽ ആ ഒരു ഇമാജിനേഷൻ വരുന്നുണ്ട്. ഈ സൈഡിൽ കൂടെ നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം. ഇവിടെയൊക്കെ മഞ്ഞിപ്പോഴും ഇങ്ങനെ ഉരുകി തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് നല്ല വഴുക്കലാണ്. ഞാനിപ്പോൾ 1-2 പ്രാവശ്യം വീഴാൻ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ റെക്കോർഡ് ചെയ്യാത്ത സമയത്താണ് വീഴാൻ പോയത്. അതുകൊണ്ട് അതൊന്നും മിക്കവാറും ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോറേജ് ഹൗസ് നമ്മൾ പറഞ്ഞല്ലോ, അത് സ്റ്റോറേജ് ഹൗസ് അല്ല, അത് നല്ലൊരു വീടാണെന്ന് തോന്നുന്നു എനിക്ക്. ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു നമ്മൾ സ്റ്റോറേജ് ഹൗസാണെന്ന് വിചാരിച്ച വീടാണിത്. നമുക്ക് ഏതായാലും ഉള്ളോട്ട് കയറി നോക്കാം. ഏതായാലും ഇതിനകത്ത് നിൽക്കുന്ന അപകടമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഈ ഒരു നടുവിലുള്ള ഒരു ബീമില്ലേ, അതിങ്ങനെ അല്പം ചരിഞ്ഞിട്ട് ഈ 2 സൈഡും ഇങ്ങോട്ട് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ കുറേ കാലത്തെ മഴയും പിന്നെ മഞ്ഞൊക്കെ കൊണ്ട് ഇത് പാകെ ദ്രവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് നിമിഷം വികാവുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും മേലോട്ട് സ്റ്റെപ്പൊന്നും ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കയറി നോക്കി ചിലപ്പോൾ പണി കിട്ടിയാലേ. അപ്പോൾ നമുക്ക് വേഗം പുറത്തേക്ക് ഇറങ്ങാം. സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനിയുള്ള വീടുകളൊക്കെ അകത്തേക്ക് കയറുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് തന്നെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. എന്നിട്ട് രാത്രി തിരിച്ചു വരാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ ഒരാളെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അയാൾ കുറച്ച് ക്യാമറയോട് കുറച്ച് മടിയുള്ള ആളായതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ കശ്മീരി പണ്ഡിറ്റുകളുടെ വീടാണ്. കശ്മീരി പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ കശ്മീരിലൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ കശ്മീരിൽ മെജോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ജമ്മുവിൽ മെജോറിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ 90s കശ്മീരിലൊക്കെ ഉണ്ടായിരുന്ന തീവ്രവാദികളുടെ പ്രശ്നം മൂലം, അവരുടെ ഭീഷണി മൂലം സ്വന്തം വീടും സ്വത്തും നാടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ജമ്മുവിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായ ആൾക്കാരാണ് ഈ കശ്മീരി പണ്ഡിറ്റുകൾ. അപ്പോൾ അവരുടെ സ്വപ്നങ്ങളും വീടുകളൊക്കെയാണ് ഈ ഇങ്ങനെ അനാഥമായിട്ട് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന 50ഓളം വീടുകളുണ്ട്. ഇതിലെ പല വീടുകളും പൊളിഞ്ഞിരിക്കുന്നത് കാലപ്പഴക്കം കൊണ്ടല്ല, ഇതിലുള്ള മരങ്ങളും മറ്റു ഉരുപ്പടികളൊക്കെ കള്ളന്മാർ കയറിയിട്ട് പൊളിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് വിറ്റതാണ്. അതുകൊണ്ടാണ് ഇതിൽ ഒരു വീട്ടിൽ നമുക്ക് സ്റ്റെപ്പുകളൊന്നും കാണാൻ പറ്റാത്തത്. കാരണം സ്റ്റെപ്പുകളൊക്കെ പൂർണ്ണമായിട്ടും മരം കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. നൈറ്റ് ഫോട്ടോയുടെ സബ്ജക്റ്റായിട്ട് വരുന്നത് മിക്കവാറും ആ ഒരു വീടായിരിക്കും. കാരണം ഇതുവരെ എക്സ്പ്ലോർ ചെയ്തതിൽ ആ ഒരു വീടിൻ്റെ പൊസിഷനും പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഭംഗിയൊക്കെയാണ് എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്തായാലും വരണം തന്നെയാണ് ഇതിൻ്റെ തീരുമാനം. ഇനി വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരും. പിന്നെ ഇവിടുത്തെ ചില വില്ലേജുകളിൽ രാത്രി നമുക്ക് പുറത്തിറങ്ങി നടക്കുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മിലിറ്ററി റെസ്ട്രിക്ഷനാണ്. വളരെ ചുരുക്കം ചില വില്ലേജുകളിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അപ്പോൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ പേടിച്ചിട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോയ ആളുകളുടെ വീടാണിത്. ഇതിലൊരു ഫാമിലി ഒഴിഞ്ഞു പോയിട്ടില്ല, അവരിപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോയെന്ന് അവരോട് ചോദിച്ചു നോക്കട്ടെ. അവർ പെർമിഷൻ തരികയാണെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ ഫുള്ള് കേടുവന്ന് കിടക്കുന്ന പഴയ വീടുകളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കേടുവരാത്ത നല്ല ഫോം എന്താണെന്ന് ഒറ്റ വീട് ഇവിടെ ബാക്കിയുണ്ട്. നമുക്കൊന്ന് അവിടെ കയറാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വീട്ടിൽ മാത്രം ആൾക്കാർ ഇപ്പോഴും താമസമുണ്ട്. നമുക്കിവിടെ കയറാൻ പറ്റുമോ നോക്കാം. നമസ്തേ ജി, ക്യാൻ ഐ കം ഇൻസൈഡ്? അന്തർ मैं केरला से। हाँ, क्या करना रिपोर्ट? नहीं, मैं घूमने के लिए आया। अच्छा, ठीक। मैं इधर पूरा घर खराब है ना, वो आपका घर देखने के लिए आया मैं। नमस्ते जी। ओके। चाय पी लो। पहली बार आए हो? पहली बार है कश्मीर में। വീടിൻ്റെ അകത്തേക്ക് അപ്പോൾ ഇത് വീട്ടിലെ കുറച്ച് കുട്ടികളാണ്. അവരിവിടെ ഇരുന്ന് പബ്ജി കളിക്കുകയാണ്. കിച്ചണാണിത്.
ഇത് കിച്ചണാണ് ഈ വീട്ടിലെ. വെളിച്ചം വളരെ കുറവാണ്. വെളിച്ചം വന്ന് സ്വിച്ച് ഇട്ടത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് കിച്ചണ്. ഓക്കെ, അപ്പോൾ നമ്മളെ മേലോട്ട് കയറാൻ വിളിച്ചിട്ടുണ്ട്. നമുക്ക് മേലോട്ട് കയറി നോക്കാം. ഇത് മേലോട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പതുക്കെ ഈ സ്റ്റെയർ വഴി മേലോട്ട് കയറുകയാണ്. വെളിച്ചം കുറവാണ്. മേരെ വീഡിയോ. നമ്മളിവിടെ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വീഡിയോയും ഫോട്ടോ എടുക്കാൻ പെർമിഷൻ തന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ മെയിൻ പിതാജി ഇവിടെ ഉണ്ട്. മൂപ്പര് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് പെർമിഷൻ തന്നിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോകും. ये हमें क्यों देख रहा है? ये ഓട്ടോമാറ്റിക്. हमें कैसे जानता है इसको? അപ്പോൾ പിതാജി ഇവിടെ ഫോട്ടോ എടുക്കാൻ പെർമിഷൻ തന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ അഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കും. त्रिवंतपुरम തിരുവനന്തപുരം, കാലിക്കറ്റ്. क्या है आपका नाम? क्या है आपका नाम? अजय कुमार भट्ट. मैं महाराष्ट्र. अजय कुमार. अच्छा, महाराष्ट्र में पढ़ता है. अच्छा, हाँ, क्या पढ़ते हैं आप? अमरावती. ओके, क्या है कोर्स? बैचलर्स ऑफ फिजिकल एजुकेशन. ഓക്കെ, സ്പോർട്സ് ആൻഡ് സയൻസ്. അച്ഛാ. അപ്പോൾ നമ്മളിപ്പോൾ ചായ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ചായയും കൂടി കുടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ നമ്മൾ ആ ഒരു പണ്ഡിറ്റിൻ്റെ വീട്ടിൽ കയറി ആകൊക്കെ നമ്മൾ കണ്ടു. കിട്ടിയ സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അവിടുത്തെ മെയിൻ പിതാജിയുടെ ഒരു ഫോട്ടോയും എടുക്കാൻ നമുക്ക് പെർമിഷൻ കിട്ടി. ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞ് ഓരോന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് മൂപ്പര് പറഞ്ഞ് എടുത്തോന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു കുട്ടിയും കൂടെ വന്നിരുന്ന് ഇപ്പോൾ ആ ഫോട്ടോ ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ മുമ്പേ ഉണ്ടായ ഇഷ്യൂവിൽ പേടിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ, ഈ ഒഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ നല്ല റിച്ച് ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ജമ്മുവിലേക്ക് കൂട്ടമായിട്ട് മൈഗ്രേറ്റ് ചെയ്താണ്. ഇപ്പോൾ ഇവർ അത്ര റിച്ച് അല്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് മാറാനോ അവിടെ പ്രോപ്പർട്ടി ഒന്നും ഇല്ലായിരുന്നു ഇവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീട്ടുകാർ മാത്രം ഇവിടെ ബാക്കിയായത്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രാത്രി വന്നിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പണ്ഡിറ്റ് ആ വീട്ടിലെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് രാത്രി വരാം മക്കളെ. ബൈ. അപ്പോൾ അതാ പറഞ്ഞ പോലെ തന്നെ ഞാനിത് അവിടെ രാത്രി വന്നിട്ടുണ്ട്. റോഡിൻ്റെ അപ്പുറത്തുള്ള ചെറിയൊരു വെളിച്ചമുണ്ട്, അത് മാത്രമേ നമുക്ക് ഇങ്ങോട്ടുള്ളൂ. അത് ഒഴിച്ച് ബാക്കി ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ക്യാമറേൻ്റെ ISO ഞാൻ മാക്സിമം ആക്കിയിട്ടുണ്ട്. ഷട്ടർ സ്പീഡ് വളരെ കുറച്ചിട്ടാണ് ഇട്ടത്. ഒക്കെ ഇതൊക്കെ വെളിച്ചം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ വളരെ ലോ ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഏതായാലും നമ്മളിവിടെ വന്നല്ലോ. ഇപ്പോൾ രാവിലെ നമ്മൾ വന്നു, ഇവിടെ കണ്ടു, ഈ സ്ഥലം കണ്ടുപിടിച്ചു. ഈ ഒരു അബാൻഡൻഡ് ഹൗസൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നൈറ്റ് ഫോട്ടോസ് എടുക്കാം ഇവിടുന്ന്. ഇതിപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന സീനാണ്. ISO മാക്സിമം ആക്കട്ടെ. ഈ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ എവിടെയാണുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഞാനിതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നതും ഇവിടുത്തെ കഥകൾ അറിഞ്ഞതും ഇവിടുത്തെ ആളുകളെ കാണാനും പരിചയപ്പെടാനും പിന്നെ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാനൊക്കെ പറ്റിയത് വലിയൊരു അനുഭവമായിട്ട് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പം മറ്റൊരു അടിപൊളി എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഹാവ് എ ക്രിയേറ്റീവ് ആൻഡ് വണ്ടർഫുൾ ഡേ. ഇരുട്ടിൽ നിന്നും ആഷിഖ് അസീം സൈനിങ് ഔട്ട്.